നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഗൗതം ഗംഭീർ ടീം മീറ്റിംഗ് പറയുകയാണ്. Sanju coming back and giving us that start was extremely important for us. കണ്ടോ, സഞ്ജു കമ്മിങ് ബാക്ക് ആൻഡ് ഗിവിംഗ് ദാറ്റ് സ്റ്റാർട്ട് വാസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ us. വെൽ ഡൺ സഞ്ജു. BCC ഒഫീഷ്യലി പുറത്തുവിട്ട വീഡിയോ ആണിത്. ടീം മീറ്റിങ്ങിൽ കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഇന്ത്യൻ കോച്ച് തന്നെ സഞ്ജുവിനെ അഭിനന്ദിക്കുന്നു. ആ തുടക്കം ശരിയാണ്. സഞ്ജുവിനെ അതൊരു വലിയ ഇന്നിങ്സ് ആക്കി മാറ്റാൻ പറ്റിയില്ല. 15 പന്തുകൾ മാത്രമാണ് അദ്ദേഹം ക്രീസിലുണ്ടായത്. ഒരു 4ഉം 2 6ഉം അടക്കം 24 റൺസ് അടിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ICC T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പാണത്. 48 റൺസാണ് 3.4 ഓവർ ആകുമ്പോഴേക്കും കുറിച്ചിട്ട് സഞ്ജു മടങ്ങിപ്പോയത്. അപ്പോൾ അത് ഓപ്പണിംഗ് കൂട്ടിയിട്ടുള്ള സ്കോർ 48, സഞ്ജു സാംസൻ്റെ സ്കോർ 15 പന്തുകളിൽ നിന്ന് 24, പകുതിയും സഞ്ജുവിൻ്റെ സംഭാവന തന്നെയായിരുന്നു. ഒരു 4ഉം 2 സിക്സർ അടിച്ചുകൊണ്ട് ഇന്നിങ്സ് ആരംഭിച്ചു. ഒരു സുപ്രധാനമായ ടൂർണമെൻറ്റിൽ ടീമിന് മുന്നോട്ട് പോകണമെങ്കിൽ മികച്ചൊരു തുടക്കം ലഭിക്കേണ്ടതുണ്ട്. ഇതെല്ലാ മത്സരങ്ങളിലും ഒരു ഓപ്പണർ അല്ലെങ്കിൽ മറ്റോ ഓപ്പണർ ഡെക്കായിട്ട് പോകുന്ന സ്ഥിതി. സഞ്ജു കളിച്ച നമീബിയക്കെതിരെ കളിച്ച കളിയിൽ മാത്രമാണ് ഇതിനു മുമ്പ് അങ്ങനെയല്ലാതെ പോയ ഒരു സ്കോർ നമ്മൾ കണ്ടത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് വൗസ് വലിയ രൂപത്തിൽ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ കാരണം ഈ ടോപ്പ് ഓർഡറിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. മികച്ച തുടക്കം കിട്ടാതെ പോയപ്പോൾ പലപ്പോഴും പിന്നാലെ വരുന്നവർക്കും അതിൻ്റെ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. അത് ഒഴിവാക്കപ്പെട്ടു. അതാണ് സഞ്ജു സാംസണിൻ്റെ ഇന്നിങ്സിൻ്റെ പ്രത്യേകത. അതാണ് ഇന്ത്യൻ ടീമിന് സഞ്ജുവിൻ്റെ വരവോടെ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാ കോച്ച് പറഞ്ഞത്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ us. നമുക്കത് വളരെ വളരെ പ്രധാനമായിരുന്നു. വലിയൊരു സ്കോർ 256 റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിലെടുക്കുമ്പോൾ അതിൻ്റെ കാരണം സഞ്ജുവിൻ്റെ ഈ തുടക്കം തന്നെയാണ്. ഇനിയിപ്പോൾ സിംബാബ്വെ അല്ല വെസ്റ്റ് ഇൻഡീസ്, നമുക്കറിയാമത്. സിംബാബ്വെ അല്ല വിൻഡീസ് ഇത്തരത്തിലുള്ള വലിയ പോരാട്ടങ്ങളൊക്കെ കണ്ട് 2 തവണ ICC T20 വേൾഡ് കപ്പൊക്കെ നമ്മളെപ്പോലെ തന്നെ നേടിയ ടീമാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത മത്സരത്തിൽ കാര്യങ്ങൾ ഇതുപോലെ എളുപ്പമാവും എന്നൊന്നുമില്ല. പക്ഷേ അടുത്ത മത്സരത്തിൽ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മികച്ചൊരു തുടക്കം അനിവാര്യമാണ്. ഒരു നോക്കൗട്ട് പോലുള്ളൊരു മത്സരം. സഞ്ജുവിൻ്റെ റിഡംഷനാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതെങ്കിൽ അത് അതിൻ്റെ ഏറ്റവും പാരമ്യതയിലേക്ക് കൊണ്ടുപോകാനുള്ള സുവർണാവസരമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സഞ്ജുവിൻ്റെ റിഡംഷൻ അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ മത്സരം ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് നാളെ രാത്രി ഇന്ത്യൻ സമയം 7 മണിക്ക് ഈഡൻ ഗാർഡൻസിൽ. ഒരു മികച്ച ഇന്നിങ്സ് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റട്ടെ. ഇതുപോലെ ടീം മീറ്റിങ്ങിലും മറ്റും അഭിനന്ദനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ മൂടപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടാകട്ടെ. കാത്തിരിക്കാം സഞ്ജുവിൻ്റെ മാസ്മരിക് ഇന്നിങ്സിനായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.